Hi all, welcome back to Wellness with the Nurse by Sina George. സോ ഇന്നത്തെ വീഡിയോയിൽ ഉറക്കത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സോ അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒന്ന് റെഗുലറൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിനിമം 7 to 8 അവേഴ്സ് നമ്മൾ ഉറങ്ങിയിരിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കിട്ടുന്നത് ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉറക്കം കിട്ടാത്ത ശരീരം നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ആവശ്യത്തിന് എനർജി ഉണ്ടാവില്ല. ആദ്യം തന്നെ നമ്മുടെ ഉറക്കത്തിന്റെ സമയം നിശ്ചയിക്കുക. നമ്മളൊരു നിശ്ചിത സമയത്ത് ഉറങ്ങാൻ കിടക്കുക, ഒരു നിശ്ചിത സമയത്ത് എഴുന്നേൽക്കുക. അത് ഒരുപാട് ലേറ്റ് നൈറ്റിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, രാത്രി എന്നത് ശരീരത്തിന് റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഇൻകൺസിസ്റ്റന്റ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ആണ്. ഉറക്കത്തിനൊരു ചിട്ടയായ രീതി ഉണ്ടാക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്. അതായത് ഓരോ ദിവസവും പല സമയത്ത് കിടക്കുക അല്ലെങ്കിൽ പല സമയത്ത് എഴുന്നേൽക്കുക, അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് നമ്മൾ വിടുകയാണ്. അപ്പോ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് ലഭിക്കുന്നില്ല. നമ്മുടെ രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട ഫങ്ഷൻസും അതിന്റെ ക്രമമായ രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ജോലി ഭാരം, ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉറക്കത്തെയാണ് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ല ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നിനെ തൊട്ട് മുൻപായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ TV ഉപയോഗിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യും. മെലറ്റോണിൻ്റെ കുറവ് നമ്മുടെ ഉറക്കത്തെ മന്ദഗതിയിലാക്കും. അപ്പോൾ നമ്മുടെ മന്ദഗതിയിലുള്ള ഉറക്കം നെക്സ്റ്റ് ഡേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസത്തെ ജീവിതത്തെയും മന്ദഗതിയിലാക്കും. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുമെന്നർത്ഥം. അത് ചില ഹാർട്ട് ഡിസീസിന് കാരണമാകും, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണമാകും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറയാൻ കാരണമാകും. അതുപോലെ തന്നെ കൂടുതൽ സമയം മണിക്കൂറുകൾ, അതായത് 9 hours 10 hours കൂടുതൽ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ചില ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഒരു 4 to 5 hours, ഒരു 6 hours മുമ്പ് വരെ, അതിനു മുൻപ് കോഫി കഴിക്കുന്നതാണ് ഉത്തമം. അതിനുശേഷം കോഫി കഴിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ശരീരത്തിലെ കഫീന്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. നല്ല ഉറക്കം കിട്ടുകയില്ല എന്നതാണ് ചുരുക്കം. അതുപോലെ രാത്രികളിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കും. അതായത് ആൽക്കഹോളിക് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നവർക്കറിയാം, അതിനുശേഷം നമുക്കൊരു ഡ്രൗസി ഫീൽ, ഒരു ഉറക്കമൊക്കെ വരാം, പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് ആൽക്കഹോൾ എടുത്താലും കിട്ടില്ല. അതുപോലെ തന്നെ ഉറങ്ങാൻ നല്ലൊരു സറൗണ്ടിങ്സ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, ഡിം ലൈറ്റ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. തീരെ ലൈറ്റ് ഇല്ലാതിരിക്കും ഉറങ്ങുന്നവർക്ക് അങ്ങനെ ഉറങ്ങാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്, കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം, കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവരുന്നത് നല്ല ഉറക്കത്തെ സഹായിക്കുന്നതാണ്. കാരണം നല്ല സറൗണ്ടിങ്സ്, നല്ലൊരു ഉറക്കത്തിനുള്ള നല്ലൊരു സിറ്റുവേഷൻ, നല്ല കോസി ബെഡ്റൂം ഒക്കെ നമ്മുടെ ഉറക്കത്തെ വളരെയധികം സഹായിക്കും. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതുപോലെ സ്ട്രെസ്സും നമ്മുടെ ഉറക്കത്തെ വല്ലാതെ ബാധിക്കും. സ്ട്രെസ് ഒഴിവാക്കുക എന്നത്ര ഈസിയുള്ള കാര്യമല്ല, എങ്കിലും നമ്മൾക്കറിയാം നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കും എന്ന് തന്നെ പറയാം. സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം നമ്മൾ പഠിക്കണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഹെവി മീല് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഹെവി മീൽ എടുത്തു കഴിഞ്ഞ് നമ്മളുടെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ദഹനത്തെ അത് ബാധിക്കും. അപ്പൊ നമ്മുടെ ഉറക്കത്തെ അതും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ എപ്പോഴും ഡിന്നർ ഒരു ലൈറ്റ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏർലി ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഹെവി മീല് അല്ലെങ്കിൽ ഹെവി ഡിന്നർ എല്ലാ ദിവസവും ഒഴിവാക്കുന്നത് ആണ് ഉത്തമം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം ശരിയാവുന്നില്ല, 1-2 ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് പല ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും, നമ്മുടെ ഹാർട്ട് ഡിസീസിന് കാരണമാകും. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ, ഉറക്കം നിങ്ങൾക്ക് ആവശ്യം ലഭിക്കുന്നില്ല ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അവഗണിക്കരുത്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ
ഒരു ഡോക്ടറിനെ കണ്ട് അതിന്റെ എന്താണ് നിങ്ങളുടെ സിംറ്റംസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉച്ച ഉറക്കം ചിലപ്പോൾ നമ്മുടെ രാത്രി ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഉറങ്ങാൻ, ഉച്ചയ്ക്ക് ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഉറങ്ങാൻ കിടക്കുന്നവര് അവരുടെ രാത്രിയിലെ ഉറക്കത്തെ അത് ബാധിക്കും. അതിനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലത്. ഉച്ചയ്ക്ക് ഉറങ്ങണ്ട എന്നല്ല പറയുന്നത്, ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിൽ വിരോധമില്ല, പക്ഷെ കുറച്ചുകൂടെ അതിനൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ഒരുപാട് ഉറക്കം കിട്ടാത്തവര് ഉച്ചയ്ക്കത്തെ ഉറക്കം ഒഴിവാക്കുന്നതും നല്ലതാണ്. ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു 70 to 80% ഉറക്കത്തിന്, നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. See you on next video.